ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ മാത്തമാറ്റിക്സ് കഫേ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡെസിമൽസിലെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഗുണനഫലം എണ്ണൽ സംഖ്യകൾ വരുന്ന ജോഡികൾ ഏവ? ഫസ്റ്റ് ഓപ്ഷനിൽ റൂട്ട് 0.8ഉം റൂട്ട് 20യും, സെക്കൻഡ് ഓപ്ഷൻ റൂട്ട് 0.8ഉം റൂട്ട് 0.2ഉം, തേർഡ് ഓപ്ഷൻ റൂട്ട് 30 റൂട്ട് 1.2, ഫോർത്ത് ഓപ്ഷനിൽ റൂട്ട് 0.08ഉം റൂട്ട് 0.02. അപ്പോൾ ഇവിടെ ഡെസിമൽ നമ്പേഴ്സും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം പെയർ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം ചെക്ക് ചെയ്താലേ നമുക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റുള്ളൂ. നമുക്ക് ഓരോ പെയർ ആയിട്ട് എടുത്ത് എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് എടുക്കാം. സോ ഗുണനഫലം എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് കിട്ടണം, എണ്ണൽ സംഖ്യ കിട്ടണം. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, സ്ക്വയർ റൂട്ട് ഓഫ് 0.8 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 20 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് മുന്നേറ്റ് നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കണം. ഒരു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി, ഞാൻ ജനറൽ ആയിട്ട് എടുത്തുകൊണ്ടാണ് എയും ബിയും യൂസ് ചെയ്ത്. എയും ബിയും ഏത് നമ്പർ വേണേലും നമുക്ക് തരാം. ഓക്കെ അല്ലേ? അപ്പൊ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് വന്നാൽ നമുക്ക് റൂട്ടിന്റെ അകത്ത് ഇവരെ എന്തായിട്ട് എഴുതാം, പ്രോഡക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഈ മൾട്ടിപ്ലിക്കേഷന്റെ പ്ലേസിൽ അഡീഷനോ സബ്ട്രാക്ഷനോ വരുവാണെങ്കിലോ, റൂട്ട് എ പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി എന്നാണ് വരുന്നെങ്കിലോ നമുക്ക് അതിനെ ഈ രീതിയിൽ എഴുതാനായിട്ട് സാധിക്കില്ല. അത് മനസ്സിലാക്കി വെക്കുക. ഇത് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൂട്ടിന്റെ അകത്തേക്ക് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അഡീഷനോ സബ്ട്രാക്ഷനോ ആണെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ഏതാണ്, റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് വന്നാൽ റൂട്ട് എ ഇൻറ്റു ബി എന്ന് എഴുതാം. സോ ഇവിടെ എയുടെ പ്ലേസിൽ 0.8 ആണ്, ബിയുടെ പ്ലേസിൽ ഇവിടെ 20 ആണ് അല്ലെ. അപ്പൊ റൂട്ടിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇത് രണ്ടിനെയും പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നു. ഓക്കെ അല്ലേ? 0.8 ഇൻറ്റു 20. ഇനി ഡെസിമൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന റൂളാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഡെസിമൽ നമ്പേഴ്സ് ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ പോയിന്റ് ഇല്ലാതെ എടുത്തെഴുതുക. 0.8 പോയിന്റ് ഇല്ലെങ്കിൽ അത് ഏത് നമ്പറാ, 8. 20 അങ്ങനെ തന്നെ കൊടുക്കുക. 8 ഇൻറ്റു 20 നമുക്കറിയാലോ 160. ഇനി പോയിന്റ് ഇട്ട് കൊടുക്കുക. പോയിന്റ് ഇടുമ്പോഴത്തേക്കും ഒരു ഡെസിമൽ പ്ലേസ് അല്ലേ ഉള്ളൂ. അപ്പൊ ഒരു പ്ലേസ് മാറ്റി വേണം എന്ത് ചെയ്യാൻ, പോയിന്റ് കൊടുക്കുക. എന്ന് വെച്ചാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. സോ ആൻസർ എന്ത് വരും, 16.0. 16.0 മീൻസ് 16 അല്ലേ. പോയിന്റ് കഴിഞ്ഞ് എത്ര 0 ഇട്ടാലും അതൊന്നും വാല്യൂ ഇല്ല. സോ 16 എന്നായിരിക്കും നമുക്കിവിടെ വായിക്കാൻ പറ്റുക. സോ റൂട്ടിന്റെ അകത്ത് നമുക്ക് ആൻസർ എഴുതാം, റൂട്ട് 16. ഇനി റൂട്ട് 16 എന്താണ്, ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് നമുക്ക് 16 ആയിട്ട് എഴുതാൻ പറ്റുക, 4ന്റെ സ്ക്വയർ അല്ലെ. 4 ഇൻറ്റു 4 ആണ് 16. സോ ആൻസർ നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ തന്നെ കിട്ടി. സോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എന്താണ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ഉള്ളത് ഇവിടെ എക്കും ഉണ്ട് സിക്കും ഉണ്ട് അല്ലെ. അപ്പൊ ബിയും അല്ല ഡിയും അല്ല എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്തതിലോട്ട് ചെക്ക് ചെയ്യാം. 2ഉം 3ഉം ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഏതൊന്ന് റബ്ബ് ചെയ്യട്ടെ. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ നോക്കി ഇതേപോലെ തന്നെ ചെയ്തു പോയേ. റൂട്ടിന്റെ അകത്ത് ഈ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് എടുത്ത് എഴുതാം. റൂട്ട് 0.8 ഇൻറ്റു 0.2. പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 8 ആവും. പോയിന്റ് ഇല്ലാതെ 0.2 എഴുതിയാൽ 2 ആവും. 8 ഇൻറ്റു 2 എന്താണ്, 16 ആണ് അല്ലെ. ഇനി ഡെസിമൽ പോയിന്റ് ഇടണം. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ടോട്ടൽ, രണ്ട് നമ്പറും കൂടെ ചേർത്ത് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് നോക്കാം. 0.8 ഒരെണ്ണം, 0.2 ഒരെണ്ണം. അപ്പൊ ടോട്ടൽ എത്ര, 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പൊ പോയിന്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 പ്ലേസ് മൂവ് ചെയ്യണം അല്ലെ. പോയിന്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 പ്ലേസ് മൂവ് ചെയ്യുമ്പോൾ പോയിന്റ് എവിടെ വരും, 0.16 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് പ്രോഡക്റ്റ് ആണ്. ഇനി ഇതിന്റെ എന്ത് നമുക്ക് കാണണം, സ്ക്വയർ റൂട്ട് കാണാം അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് 0.16. 16ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 4 ആണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി പോയിന്റും കൂടെ ഒന്ന് കറക്റ്റ് ആക്കണം. ഇനി ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു നമ്പറിൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കാണുമ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് ആയിട്ട് മാറും. അപ്പം ഒരു നമ്പറിൽ 2 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ അതിന്റെ പകുതി, 2ന്റെ പകുതിയാണ് 1. അപ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് ആയിട്ട് മാറും.
സോ ആൻസർ 0.4. അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏതാണെന്നുള്ളത് നമുക്ക് കിട്ടി. ഏതാണ്? അല്ല, കിട്ടിയില്ല. 4 ആണ് അല്ലേ? അല്ലല്ല, കിട്ടിയല്ലോ. 2 അല്ലല്ലോ, 2 അല്ല എന്ന് നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ എ പാർട്ട് അല്ല, നമ്മുടെ ആൻസർ എന്താ? സി ആണ്. ഓക്കെ, എന്നാലും നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്ത് നോക്കാവേ. അപ്പൊ തേർഡ് പാർട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. റൂട്ടിന്റെ അകത്ത് എന്ത് ചെയ്യാം? 30യും 1.2 ഇട്ട് കൊടുക്കുക. 30 അതുപോലെ തന്നെ നിൽക്കട്ടെ. ഇൻറ്റു 1.2ൽ ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ അത് 12 എന്ന് പറയുന്ന നമ്പറാണ് അല്ലേ? 12 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 3 36 ആണ്. പിന്നെ 0യും കൂടെ ഇട്ട് 360. ഇനി ഡെസിമൽ പ്ലേസ് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ. അപ്പോൾ ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇടുമ്പം നമുക്ക് എന്ത് കിട്ടും? 36.0, ദാറ്റ് ഈസ് 36. 36 എന്ന് പറയുമ്പോൾ അതിന്റെ റൂട്ടാണ് നമുക്ക് വേണ്ടത് അല്ലേ? സോ റൂട്ട് 36 എന്ന് പറയുമ്പോൾ ഏതാണ് ആൻസർ? 6ന്റെ സ്ക്വയർ ആണ് 36 അല്ലേ? 6 ഇൻറ്റു 6 36. സോ ആൻസർ ഈസ് 6. സോ ഇതും എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. അങ്ങനെയാണ് 1 and 3 ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് പാർട്ടും കൂടെ നോക്കാം. റൂട്ടിന്റെ അകത്ത് എന്ത് ചെയ്യുക? 0.08 ഇൻറ്റു 0.02. ഇവിടെ 0.08ന് നമ്മൾ ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ അത് 8 എന്ന് പറയുന്ന നമ്പർ ആവും. 0.02 ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ അത് 2 എന്ന് പറയുന്ന നമ്പർ ആവും. രണ്ടിന്റെയും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 16 കിട്ടും അല്ലെ? ഇനി ഡെസിമൽ പ്ലേസസ് കൗണ്ട് ചെയ്യണം. 0.08ല് 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. 0.02ലും 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. സോ ടോട്ടൽ 4 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പൊ 4 പ്ലേസ് എന്ത് ചെയ്യണം? പോയിന്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ 2 പ്ലേസ് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും, കാരണം 2 ഡിജിറ്റ് ഉണ്ട്. ഇനി 2 പ്ലേസ് മൂവ് ചെയ്യാനായിട്ട് ഡിജിറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ എന്തിട്ട് കൊടുക്കണം? അവിടെ സീറോസ് ഇട്ട് കൊടുക്കണം. സോ ആൻസർ എന്ത് വരും? 0.0016. അപ്പൊ ഇനി അതിന്റെ റൂട്ടാണ് നമുക്ക് ആൻസർ 0.0016. ബാക്കിയുള്ള റബ്ബ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇനി ഇതിന്റെ ആൻസർ ആണ് നമുക്ക് വേണ്ടത്. നേരത്തെ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ അപ്ലൈ ചെയ്ത പോലെ റൂട്ട് 16 ആൻസർ നമുക്ക് 4 ആണെന്ന് അറിയാം, അത് ഫിക്സ് ചെയ്തു. ഇനി ഒരു പോയിന്റും കൂടി കറക്റ്റ് ആയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഒരു ഡെസിമൽ നമ്പറിൽ 4 ഡെസിമൽ പ്ലേസസ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ, സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 4 2 മാറും. സോ 2 ഡെസിമൽ പ്ലേസ് വരണമെങ്കിൽ ഇവിടെ ഒരു പ്ലേസ് ഓൾറെഡി ഉണ്ട്, ഒരു പ്ലേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. സോ 0.04. ക്ലിയർ അല്ലേ? അപ്പൊ ഇതും എന്തെല്ലാം? നാച്ചുറൽ നമ്പർ അല്ല, എണ്ണൽ സംഖ്യയല്ല. സോ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണേ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ നമ്മൾ കുറെ പോയിന്റ്സ് പഠിച്ചു. 2 ഡെസിമൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എങ്ങനെ ചെയ്യുന്നുള്ളതും പിന്നെ അതിനെ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു അല്ലെ? റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്നുള്ള രീതിയിൽ എഴുതാം. ഈ ഇൻറ്റുവിന്റെ കേസിൽ പ്ലസോ മൈനസോ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. റൂട്ട് 2 പ്ലസ് റൂട്ട് 3 എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇടാനേ പറ്റുള്ളൂ. അല്ലാതെ റൂട്ട് 5 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എഴുതാൻ പറ്റില്ല. അത് പ്ലസ് ആയാലും മൈനസ് ആയാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്കിത് മൾട്ടിപ്ലിക്കേഷന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.